മ്യൂസിക് ഡയറക്ഷനിലൊക്കെ പൊതുവെ ഇങ്ങനെ പല പല ട്യൂൺസ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റീവർക്ക് ചെയ്യുക, ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോവുക, റിജക്ട് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ചന്ദ്രലേഖയ്ക്ക് വേണ്ടി ചെയ്തൊരു ട്യൂണാണ് പിന്നീട് ചന്ദ്രലേഖ എനിക്ക് തോന്നുന്നു 97 ചന്ദ്രലേഖയ്ക്ക് വേണ്ടി ചെയ്ത ട്യൂണാണ് പിന്നീട് 2002 നമ്മൾ കല്യാണരാമനിൽ കേട്ടത്, കഥയിലെ രാജകുമാരൻ എന്നായിട്ടുള്ളത്. അതെങ്ങനെ സംഭവിച്ചു? കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മക്കളി, ഒന്നാം വട്ടം, ഇങ്ങനെ ഇന്നലെ മയങ്ങുന്ന നേരം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ലാസ്റ്റ് സിറ്റുവേഷൻ്റെ അതാ അറിയാമല്ലോ, മറ്റേ എന്താണ് താമരപ്പൂവിൻ്റെ സിറ്റുവേഷൻ അറിയാം. അപ്പോൾ ആ സിറ്റുവേഷന് വേണ്ടി ഒരു പാട്ടുണ്ടാക്ക്, ഞാനൊന്ന് തിരുവനന്തപുരത്തിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രിയൻ ഞങ്ങളോട് പറഞ്ഞ് വെറുതെ ഇങ്ങനെ നടന്ന് ഇങ്ങനെണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ആ പ്രദേശത്തൊക്കെ മുഴുവൻ. അപ്പോൾ അറിയാതെ വന്നിട്ട് ട്യൂണാണ് തനീനാനി തന്നീനാനി തന്നീനാനി താനാനി. ഈ ട്യൂൺ വരുമ്പോഴത്തേക്കും തോന്നിച്ചാൽ ഈ പാട്ട് കേൾപ്പിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഈ ട്യൂൺ പിറ്റേ ദിവസം പ്രിയം വന്നപ്പോൾ തന്നെ ഞങ്ങളത് കേൾപ്പിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പുള്ളി പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള സിറ്റുവേഷനിലുള്ള ട്യൂൺ ഇതല്ല, നല്ല ട്യൂണാണ് ഇത്, നിങ്ങൾ നല്ലൊരു സെറ്റപ്പിലേ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പാട്ട് വെറുതെ ഇത്ര നല്ലൊരു ട്യൂൺ വെറുതെ വേസ്റ്റായി പോരുത് എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ തന്നു. അത് മനസ്സിലിങ്ങനെ വെക്കുകയും ചെയ്തു. പല്ലവിയായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, ചരണമൊക്കെ അന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തലേന്ന് പോയി. അത് കഴിഞ്ഞ് കല്യാണരാമൻ വന്ന് കല്യാണരാമൻ്റെ 1-2 പാട്ടുകളൊക്കെ ചെയ്തു. ടൈറ്റിൽ സോങ് വേണമെന്ന് പറഞ്ഞു. ടൈറ്റിൽ സോങ്ങിന് ഷാഫിയും ലാലും പറഞ്ഞത് ഇത് തന്നെയാണ്, പവനരച്ചുണരുന്ന കോലങ്ങളിൽ, ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് കർണാട്ടിക് സ്റ്റൈലിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുമാണ് ചേട്ടനൊരു പെട്ടെന്നൊരു ബുദ്ധി തോന്നി. നമ്മളിങ്ങനെ ഒരു ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ട്യൂണൊന്ന് കേൾപ്പിച്ച് തരാം. അത് പറഞ്ഞ് നിങ്ങൾ എടുക്കുമല്ലോ ഒരു ട്യൂൺ വെറുതെ കേൾപ്പിച്ച് തരാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേൾപ്പിച്ചപ്പോഴത്തേക്ക് ലാലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാൽ പറഞ്ഞു ഇത് സൂപ്പർ ട്യൂണായി, സൂപ്പർ ഹിറ്റായിരിക്കും ഈ പാട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി പറഞ്ഞു നമുക്ക് പക്ഷേ മറ്റേ സെമി ക്ലാസിക്കലേ വേണ്ട, നമുക്ക് സിറ്റുവേഷൻ മാറ്റിയാൽ പോരെ, സിറ്റുവേഷൻ അതനുസരിച്ച് പിക്ചറൈസേഷനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ടും ആ സിംഗിളും തമ്മിൽ നല്ല രസമായിരിക്കും, പടത്തിൻ്റെ ഒരു മർമ്മ ട്യൂണായിരിക്കും ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. ആട്ട് പറഞ്ഞ് നിങ്ങളിതിന് ചരണം ഉണ്ടായിക്കോന്ന് പറഞ്ഞു. ചരണം ഉണ്ടാക്കുന്നപ്പോഴത്തേക്കും 2 ചരണം വന്നു. രണ്ടും നല്ല ഈക്വൽ, ഞങ്ങൾക്ക് 2 ഇഷ്ടമായിരുന്നു, ഏത് ചരണം നമ്മളുടെ എടുത്തോന്ന് പറഞ്ഞു. ഷാഫിക്കും ലാലിനും ഇത് നോക്കിയിട്ട് ഇത് ഏത് എടുക്കും എന്ന് പറഞ്ഞു. ഇത് രണ്ടും നല്ലതാണ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പറഞ്ഞു. ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളാണിത്, ഇതിൻ്റെ അകത്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, ഒരെണ്ണത്തിനെ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ പറ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, 2 എടുത്തോ, പഴയ പാട്ടുകൾക്കൊക്കെ ഉണ്ടല്ലോ, ബാബുരാജിൻ്റെ ഒക്കെ പാട്ടുകൾക്ക് ഒരു അനുപല്ലവിക്ക് ഒരു ട്യൂൺ, ചരണത്തിന് വേറെ ട്യൂൺ, അപ്പോൾ 2ഉം കൂടി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് തുടങ്ങി, ഓർക്കസ്ട്ര അതിന് പറ്റിയ വിധത്തിലൊക്കെ ആക്കി. അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും ലാൽ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഇന്നത്തേക്കും ടൈറ്റിലാണ്, ഒരുപാട് സാധനങ്ങൾ പേരുകളൊക്കെ വരും, അതിൻ്റെ ഇടയിൽ കൂടി കോംപ്ലിക്കേഷൻ കൂടുതൽ വേണ്ട, ഒറ്റ ട്യൂൺ മതി, നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു ട്യൂൺ എടുത്ത് ഞങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് താനി അങ്ങനെ ആക്കിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് കൈതപ്പുറം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയൊക്കെ ഞങ്ങളുടെ ലാൽ മീഡിയ എന്ന് പറഞ്ഞാൽ ലാലിൻ്റെ സ്റ്റുഡിയോയുടെ മുമ്പിൽ തന്നെയുള്ളൊരു വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനടുത്ത് പോയിരിക്കും, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാട്ടുകൾ. അപ്പോൾ ചേട്ടനും ഞാനും എല്ലാവരും കൂടി ഇങ്ങനെ ലാലോ കൂടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് പുള്ളി ഉടനെ തന്നെ വിളക്ക് എടുക്കുന്ന ഒരു ഇതാണല്ലോ, ഇങ്ങനെ എഴുതി കൊടുത്ത്, ഇവിടെ വിളക്കെടുത്താൽ പൂവണിയും സ്വപ്നങ്ങൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം വിളക്കും പൂവണി എന്ന സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് ആ സ്റ്റോറിക്ക് പറ്റിയ വിധത്തിൽ എഴുതി കൊടുത്ത്. അത് കറക്റ്റായിരുന്നു, എന്തിന് സിനിമയ്ക്കത് കറക്റ്റായിരുന്നു. പക്ഷേ ലാൽ എന്നിട്ടൊരു ഞങ്ങൾ ഇപ്പുറത്തിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത പാട്ടോ റെക്കോർഡിംഗ് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലാൽ ഈ പേപ്പറും കൂടെ വന്നിട്ട് പറഞ്ഞു, യൂണിവേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ കൈതപ്പുറം പോയി എന്ന് പറഞ്ഞു. പുള്ളി വായിച്ചിട്ട് പുള്ളികളാകെ ഔട്ട് ഓഫ് മൂഡായി. പുള്ളി ലാലിനോട് പറഞ്ഞു ഈ പാട്ട് ഹിറ്റാവില്ല കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും ഹിറ്റ് പാട്ടാണ്, ഇത് ഹിറ്റാവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാണ്, ഇത് ഹിറ്റാക്കണം എന്ന് പറഞ്ഞു. ഇത് ഹിറ്റാക്കണമെങ്കിൽ ഈ ലിറിക്ക് വെച്ച് ഹിറ്റാവില്ല. നമ്മളന്ന് പറഞ്ഞില്ലേ ഒരു കഥ പറഞ്ഞ പോലെ പറയണമെന്ന് പറഞ്ഞില്ലേ, ഈ അതിന് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വേണം ഇതിന്, എന്നാലേ ഇത് ഹിറ്റാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, പോയല്ലോ ആളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും, സാറിലെ വിളിക്ക്, പുള്ളി വരേണ്ട സമയത്ത് നമുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു സാറില്ല ഞാനിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ തന്നെ വന്നേക്കാന്ന് പറഞ്ഞാൽ പോയ ആൾ റെസ്റ്റ് എടുക്കാണ്ട് നേരെ തിരിച്ച് ഇവിടെ വന്നു, ആ കാറിൽ തന്നെ തിരിച്ച് വന്നു. ഞങ്ങൾ പിന്നെയും കാര്യങ്ങൾ പറഞ്ഞ് ഒരു കഥ പറഞ്ഞ പോലെ കഥയില്ലേന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്ന് പറയും. അദ്ദേഹത്തിന് ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി, അദ്ദേഹം ആയാലും നമ്മുടെ ലെജൻഡറി ലിറിക് റൈറ്റേഴ്സ് ആരായാലും ഒരു സ്പാർക്ക് കിട്ടിയാൽ അപ്പം തന്നെ ടിങ് എന്ന് പറഞ്ഞ് വരും. നമ്മൾക്ക് തന്നെ ഇത് ഏതൊക്കെ എടുക്കണമെന്നായിപ്പം നമ്മളെ സൂപ്പർ ലിറിക്കുകൾ അദ്ദേഹം എഴുതും, എന്നിട്ട് എല്ലാം ചവിട്ടുകൊണ്ടേ കളയും. ഞാൻ പറഞ്ഞാൽ ഇത്ര നല്ല ലിറിക്കൊക്കെ ചവിട്ടുകൊണ്ടേ കളയണം, അത് അതിലും നല്ല വേറെ വരും. അതാണ് നമ്മളുടെ കിട്ടിയ ഭാഗ്യം, നമുക്ക് കിട്ടിയ മ്യൂസിക് വകുപ്പിന് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഏറ്റവും വലിയ ഭാഗ്യം ഗാനഗന്ധർവൻ, അതേപോലെ ചിത്രാമ്മ, ജാനകി അമ്മ, സുശീലാമ്മ പോലെയുള്ള വയലാർ, പി ഭാസ്കരൻ മാഷ്, ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ എന്ന് പറയുന്ന പോലുള്ള
അത് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. എത്ര വലിയ ഭാഗ്യമാണ് മലയാളികൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല പാട്ടുകൾ ഉണ്ടാകാൻ കാര്യം. അല്ലെങ്കിൽ ട്യൂൺ മാത്രം കൊണ്ട് ഈ പാട്ട് ആത്മാവുണ്ടാവില്ല. ആത്മാവ് എന്ന് പറഞ്ഞാൽ ലിറിക്കാണ്. അതിലൊരു സെലിബ്രേഷൻ പാട്ട് എന്ന് പറയുന്നത് ഒന്നമ്മല കയറി പോകണ്ടേ, അത് ആ പാട്ടിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വലി കാണുമ്പോൾ അതൊരു സിംഗിൾ ഷോട്ട് ആണെന്നുള്ളത്. അത് മാത്രമല്ല പാടിയിരിക്കുന്നതിൽ ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ പാടിക്കണം. അതിലെ മെയിൻ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ഈ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? പുള്ളിക്ക് പെട്ടെന്ന് ലാലാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനൊരു ട്യൂൺ നമുക്ക് ഇടാം. ട്യൂണല്ല, മല കയറി പോകണ്ടേ. എന്നിട്ട് പാടണത് നമുക്ക് എം ജി ശ്രീകുമാറും ദാസേട്ടനൊന്നും വേണ്ട, ഇതിൻ്റെ അകത്തുള്ള എല്ലാ നടന്മാരും കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അന്നിപ്പോൾ നമുക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ കുറച്ച് താളമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂണൊക്കെ ഇത്തിരി മാറിപ്പോയാലും കമ്പ്യൂട്ടറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അന്ന് അതൊന്നുമില്ല. അന്ന് ആ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറൊന്നുമല്ല. ഇത് കറക്റ്റ് താളത്തിൽ തന്നെ പാടണം. പക്ഷേ നമ്മുടെ നടന്മാർക്ക് എല്ലാവർക്കും നല്ല താളബോധമുള്ളവരാണ്. 1-2 പ്രാവശ്യം പാടുമ്പോൾ തന്നെ കറക്റ്റ് താളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്രുതിയിൽ ആ ഫീലിൽ പാടി തന്നു. അതാണ് എൻ്റെ വ്യത്യാസം. പിന്നെ ലാലിനും ഷാഫിക്കുള്ള നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും പാടില്ല. നിങ്ങളുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള പാത്രങ്ങളും കയ്യിലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഋതം ഉണ്ടാക്കാം. അത് ഋതം ഞങ്ങൾ കൊട്ടി ഒരാളെ പിപ്പിച്ചെന്ന് തന്നെ വേണമെന്ന് തോന്നുന്നു, കൊട്ടി തന്നു. വേറെ ആരൊക്കെ കൊട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കൊട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അത് അവിടെ ഇവിടെയൊക്കെ കിടക്കായിരുന്നു. അത് കൃത്യമായിട്ട് ഓർഡറിലാക്കി നമ്മൾ കേൾക്കുന്ന പോലെ ആക്കിയത് കല്യാണരാമൻ്റെ മിക്സിങ് എഞ്ചിനീയർ വിനോദ്. അത് ഇന്നത്തെ പോലെ ഒരുപാട് സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിടാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഏഡാറ്റിലൊക്കെ അല്ലേ ചെയ്യണത്. പക്ഷേ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പക്കയാക്കി നമ്മൾക്ക് കേൾപ്പിച്ചു തന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നല്ല എഞ്ചിനീയർ വേണം, നല്ല സ്റ്റുഡിയോ വേണം, നല്ല മ്യൂസീഷ്യൻസ് വേണം, ടെക്നീഷ്യൻസ് വേണം, നടന്മാർ വേണം, നല്ല സിനിമ ആയിരിക്കണം, നല്ല ഡയറക്ടർ വേണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ കുറേ സിനിമകൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങൾ ആദ്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കണ്ണുമായി എന്നുള്ള പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനും ചേട്ടനും കൂടി ആ സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് നടന്നിട്ട് പറഞ്ഞു 4 വരിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും പാടുമോ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷേ എത്രയോ പാട്ടുകൾ, എത്രയോ വരികൾ ജനങ്ങൾ പാടി. ഞങ്ങളെല്ലാവരും ഇപ്പോഴും പാടുന്നുണ്ട്. അതാണ് വലിയൊരു ഭാഗ്യം. പട്ടാഭിഷേകത്തിലെ ശംഖും വെൺചാമര അല്ലെങ്കിൽ മക്കസായി റംപമ്പോ, ഇതിലെല്ലാത്തിലും നമുക്ക് കേൾക്കുമ്പോൾ അറിയാതെ ഒന്ന് താളം പിടിച്ചു പോകാനൊന്ന് തുള്ളിപ്പോകാനുള്ള ഒരു വൈബുണ്ട്. അപ്പോൾ മെലഡി ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ, ഒരു ഫൺ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ പാട്ടുകളിലേക്ക് വരുമ്പോൾ മ്യൂസിക് കമ്പോസറിന്റെ രീതിയിൽ എന്താണ് അതിന്റെ പ്രോസസ്സ്? അല്ല, ഏത് പാട്ട് ചെയ്യാനും പറ്റും. പക്ഷെ മനസ്സ് അതിലോട്ട് മാറ്റണം. നമ്മുടെ മനസ്സ് അതിലേക്ക് മാറിയാൽ മതി. നമ്മൾ വെറുതെ ചെയ്യരുത്. ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ കൂടി ഓടണം. നമ്മൾ സിനിമ കാണണം ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്കത് വരും. അപ്പോൾ ആ ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എന്താണ് വന്നിരിക്കുന്നത്, ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും ആവാഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ വരുള്ളൂ. ഒരു ശോകഗാനം പാടണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മക്കസായി പാടാൻ പറ്റില്ല. നമ്മളത് ആ രാഗം തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അതിന് പറ്റിയ സ്വര സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വരങ്ങൾ 7 സ്വരം കൊണ്ട് മേളിക്കുകയാണ് ഈ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പ്രാവശ്യം രവീന്ദ്രൻ മാഷിൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാനുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ മാവേലിക്കര പ്രഭാകരവർമ്മ എന്ന് പറഞ്ഞാൽ ലെജൻഡറി കർണാട്ടിക് സ്കോളർ ഗായകൻ, അദ്ദേഹം ഇരിക്കണം. അപ്പോൾ ഒരു ഇരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ അടുത്തിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയും. വേണി എന്താണ് ഈ പറയണത്? ഞങ്ങൾ മഹാന്മാർ കമ്പോസ് ചെയ്ത് വെച്ചേക്കണ കൃതികളൊക്കെ വെറുതെ സ്റ്റേജിൽ പാടി ജീവിക്കണ്. നിങ്ങളതല്ല, ഈ 7 സ്വരങ്ങളെ കൊണ്ട് മേളിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് ഏറ്റുപാടിപ്പിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. അതൊക്കെ പറഞ്ഞപ്പോഴാണോ ഇതും ശരിയാണല്ലോ. അതായത് ഒരു മ്യൂസിക് ഒന്നും ഇല്ലാത്തവരെ കൊണ്ട് പോലും നമ്മൾ ട്യൂൺ പാടിക്കുന്നുള്ള, നമ്മളല്ല, നമ്മളെപ്പോലെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യന്മാർ. അപ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. കൊച്ചു കുട്ടികളായാലും വയസ്സന്മാരായാലും യുവാക്കളായാലും എല്ലാവരും കൊണ്ടും നമ്മൾ ട്യൂൺ പാടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 7 സ്വരങ്ങളേ ഉള്ളൂ. നമുക്ക് 8ാമതൊരു സ്വരമില്ല. ഇപ്പോൾ എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാട്ടുകൾ വന്നു കഴിഞ്ഞ് എല്ലാ ലോകം മുഴുവൻ നോക്കുമ്പോൾ ഇനിയും മനുഷ്യനുള്ളത്രയും കാലം വന്നുകൊണ്ടിരിക്കും. ആയിക്കൂടി നമുക്ക് 7 സ്വരങ്ങളേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ സാധിക്കണം? ദൈവമേ എന്ന് വിളിക്കാണ്ടൊരു നിവൃത്തിയില്ല. താമരപ്പൂവിലുള്ള ആ ഒരു ജതി പോർഷൻ, അത് നമ്മൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ ലിപ്സിങ്ക്, ആ പെർഫോമൻസ്, ആ ഒരു ഇമോഷണൽ സീൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ്. ഒരു 1.5 മിനിറ്റോളം ഉള്ളൊരു ജതി പോർഷനാണ്. മാത്രമായിട്ട് ഞങ്ങളൊരു ഫുൾ നൈറ്റ് കമ്പോസ് ചെയ്ത് എഴുതി, എന്നിട്ട് ഒരു ദിവസം ഫുൾ ഇരുന്നിട്ടാണ് അത് റെക്കോർഡ് ചെയ്തത്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. കാര്യം ഇത് പാടി അഭിനയിക്കുന്നതിനെക്കാട്ടിലും ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വർക്ക് ഉണ്ടല്ലോ. എം ജി ശ്രീകുമാറിനെ കൊണ്ട് ആ ഒരു 1.5 മിനിറ്റ് ജതി പാടിച്ചതിന്റെ അത് കമ്പോസേഴ്സിനല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമരപ്പൂവിൽ നിന്നുള്ള പല്ലവിയും ചരണവും പാടി റെക്കോർഡ് ചെയ്ത് മറ്റേത് ഗ്യാപ്പ് ഇട്ടു, മനസ്സിലായില്ല. എന്നിട്ട് അന്ന് രാത്രി പ്രിയൻ ഞങ്ങൾക്ക് ഇത്ര സെക്കൻഡ് ഇന്ന മാതിരി
അടുത്ത സെക്കൻഡിന് അങ്ങനെ ഒരു ഓർഡർ എഴുതി തന്നു. ഈ ഓർഡർ വെച്ചിട്ട് ഇരുന്ന് ഞാനും ചേട്ടനും കൂടി ഒന്ന് കമ്പോസ് ചെയ്ത് വെളുപ്പിന് 3 മണി 4 മണി പിറ്റേ ദിവസം റെക്കോർഡിങ് ആണ്. 4-5 മണിയായപ്പോഴത്തേക്കാണ് അത് എഴുതി തീർത്തിട്ടാണ് പപ്പനി നീ സസരി രീ സസനി പപ്പനി നീ സസകരി രീ സസനി ആ സംഭവം കുറച്ച് കഴിഞ്ഞ പാടിക്ക് പുള്ളിയുടെ തൊണ്ടയൊക്കെ കടക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോഹൻലാൽ പറഞ്ഞു, നീ എന്താടാ ഈ ചെയ്തു വെച്ചേക്കണ്? ഞാനല്ല, അവരല്ല ചെയ്ത്, എനിക്ക് ഇത് എന്നെ കൊണ്ട് പറ്റണ്ടേത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അസലായിട്ട് ഒറ്റ ടേക്കിന് ഓക്കെ ആക്കി. അതാണ് ഗ്രേറ്റ്നെസ്, ജീനിയസ് എന്ന് പറഞ്ഞ അതാണ് അല്ലേ. അതേപോലെ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്വരങ്ങൾ ഇന്ത്യൻ സ്വരങ്ങളുടെ ഒപ്പം ദോറെമി ഫ സോലാത്തിതോ യൂറോപ്യൻ ഗാമറ്റ് എന്ന് പറയും സ്വരങ്ങളും പാടി എല്ലാം കൂടി ഒരു നല്ലൊരു സംഭവമാക്കി മാറ്റണം എന്നുള്ളത്. പിന്നെ മദ്രാസിൽ അതിൻ്റെ ആൾക്കാരുണ്ടല്ലോ, എന്തു വന്നാലും അപ്പം തന്നെ ടകടകടകടയെന്ന് തീർത്തങ്ങോട്ട് പോകും. അത്രയും ടാലൻ്റ്. ഈ സിനിമ മൊത്തം അവർ കലക്കി വെച്ചേക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലും ആയി പോയിടാം. കൊച്ചിയിൽ നിന്ന് കേരളം മുഴുവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമയുടെ പൾസ് അറിഞ്ഞ് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് കപ്പാസിറ്റി ഉള്ളവരുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് മദ്രാസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വയലും വായിച്ചാലും ഫ്ലൂട്ട് വായിച്ചാലും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊഫഷണലിസം, സിനിമാറ്റിക് ടച്ച് ഉണ്ടായിരുന്നു. മലയാള സിനിമ ഇപ്പോൾ 2024 എന്നുള്ള വർഷം മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ബെസ്റ്റ് വർഷം എന്ന് പറയാവുന്ന പോലെ അത്രയും നല്ല സിനിമകളും അത്രയും നല്ല പാട്ടുകളൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ഈ പുതിയ പാട്ടുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ? പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ അതേപോലെ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഇപ്പോഴത്തെ പാട്ടുകളും കേൾക്കാറുണ്ട്, പഴയ പാട്ടുകളും കേൾക്കാറുണ്ട്, പിന്നെ എല്ലാ ജോണേഴ്സും കേൾക്കാറുണ്ട്. ക്ലാസിക്കലും സെമി ക്ലാസിക്കലും ആയിട്ടുള്ള ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. എല്ലാം കേട്ടിരിക്കണം. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചോളം ഏറ്റവും ആവശ്യം വേണ്ടത് കേൾവിജ്ഞാനമാണ്. അത് ON വിസാറി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചോളം ഏറ്റവും വേണ്ട വായനാശീലമാണ് എന്ന് പറയുന്നവരാണ് ഒരു സംഗീതകാരനെ. പാട്ടുകാരനായാലും എല്ലാവരും മ്യൂസിക് കൈകാര്യം ചെയ്യണവരായാലും മ്യൂസീഷ്യൻസ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും കേൾവിജ്ഞാനമാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരുടെ പാട്ടുകളും കേൾക്കും, പഴയ തലമുറയും കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ പാട്ടുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ്, സമ്മതിക്കാതിരിക്കാന്ന് നിർത്തിയില്ല. പണ്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിലൊരു പാട്ട് കേൾക്കണമെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് തന്നെ കേൾക്കണം, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കണം. പിന്നീട് അത് ഇന്ത്യയിൽ പിന്നെ AR റഹ്മാനും ഇളയരാജയൊക്കെ ആ ക്വാളിറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ മലയാളത്തിലും സെയിം ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതിനവരെ സമ്മതിക്കാണ്ട് നിർത്തിയില്ല അല്ലേ. ആ ജീനിയസ് അവരെ സമ്മതിക്കണം. പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, ഈ കൂട്ടത്തിൽ കൂടി തന്നെ കുറച്ച് രാഗങ്ങളോട് പഠിച്ചിട്ട് രാഗങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിച്ചാൽ അവർ ചെയ്യുന്നവർക്ക് കുറേ കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയല്ലേ, എവർ ലാസ്റ്റിങ്, എപ്പോഴും ഗോൾഡ് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു എൻ്റെ മനസ്സിന് തോന്നണണ്ട, ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ യങ് ജനറേഷനിലെ ഒരു മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനോൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതേപോലെ കൈലാസ് മേനോൻ പഠിച്ച് ഹിറ്റാക്കിയ നിത്യ മാമൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതേപോലെ അഞ്ജു ജോസഫ്, അതേപോലെ മേഘ ജോസ് കുട്ടി, ഇതെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണെന്നുള്ളൊരു ഭാഗ്യം, അഭിമാനമുണ്ട്. അതേപോലെ സുഷിൻ ശ്യാം, മഞ്ഞമ്മൽ ബോയ്സും അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സൊക്കെ വളരെ ഹിറ്റായ പടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. വിഷ്ണു വിജയ്, ആരാധിക, അറിയാൻ പാടാത്ത ആരും ഉണ്ടാവില്ല. അതേപോലെ പ്രേമലു സിനിമയിലെ പാട്ടുകൾ മ്യൂസിക്കലി ഹിറ്റാണത്. അതുപോലെ ബിജുബാലു, ഗോപിസുന്ദർ, ദീപക് ദേവ്, ജെയ്സ് ബിജോയ് ഒക്കെ അവരിപ്പോഴും നല്ല നല്ല പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ വിട്ടുപോകുണ്ടാവും. പിന്നെ റെക്സ് വിജയൻ നല്ലൊരു പടം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ മക്കസായിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ലിറിക്സ് ഭയങ്കര സിമ്പിൾ വരികളാണല്ലോ, ആർക്കും മനസ്സിലാവുന്ന വരികളുള്ളൂ, അതിൽ വലിയ സാഹിത്യമൊന്നുമില്ലല്ലോ. നാദിർഷാണ് എഴുതി. അപ്പോൾ അതേപോലത്തെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മുടെ പ്രേമലൂല് സുഹേലം കോയ ലിറിസിസ്റ്റ്, അദ്ദേഹം അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മാർക്കോസ്, KG മാർക്കോസിനെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു തെലുങ്കാന ബൊമ്മലു എന്നുള്ള പാട്ടിൽ. ഇപ്പോൾ സാറിന് അതേപോലെ സാറിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സാറ് ഏതെങ്കിലും സിംഗേഴ്സിനെ കൊണ്ടുവരുന്നതോ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇപ്പോൾ വടക്കൻ തേരോട്ടം എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു വടക്കൻ തേരോട്ടം പുതിയതായിട്ട് ഞാനും താൻസിനോട് ചെയ്ത സിനിമയിൽ 2 പുതിയ ഗായകരുണ്ട്. അച്ഛൻ മകൻ കോംബോ ആണ്. അതിൽ പി ഉണ്ണികൃഷ്ണൻ, നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള പി ഉണ്ണികൃഷ്ണൻ്റെ മകൻ വസുദേവ് കൃഷ്ണ, അദ്ദേഹം UK ജോലി ചെയ്യുന്ന ആളാണ്. അസലായിട്ട് പാടും. അദ്ദേഹത്തിൻ്റെ മകള് ഉത്തര നാഷണൽ അവാർഡ് വിന്നറാണ് 2. പക്ഷേ ഇയാൾ പാടുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇയാളുടെ ഒരു ആൽബം കേട്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ജസ്റ്റ് ഒന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വരുവായില്ലെന്ന് അറിയാമലായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ പാഷനേറ്റാണ്. അപ്പം തന്നെ ലീവ് എടുത്ത് റിസ്ക് എടുത്ത് ഇവിടെ വന്ന് പാടി ഗംഭീരമായിട്ട് പാടിയിട്ട് പോയി. അദ്ദേഹത്തെ നമുക്ക് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അതൊരു ഭാവിയായിരിക്കും എനിക്ക് തോന്നുന്നു. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൽ നായകൻ.
പിന്നെ നായിക പുതുമുഖം ഓക്കെ. നമ്മുടെ തലശ്ശേരിക്കാരിയാണ്. അത് അതും ശരി. ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. ഓ. ഞാൻ കുറച്ച് ഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. താൻസനും ഞാനും കൂടി കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഈ വടക്കൻ തേരോട്ടത്തിൽ താൻസൻ്റെ സിസ്റ്റർ, ഇളയ സിസ്റ്റർ സെറീനും കൂടി ചേർന്ന് പാടുന്നു എന്നുള്ള വലിയൊരു സന്തോഷമാണ്. ഫുൾ ഫാമിലി ആയി. ഫുൾ ഫാമിലിയായി. അടിപൊളി. അപ്പോൾ ഇനി അത് മാത്രമല്ല, കീർത്തൻ എന്ന് പറയുന്ന താൻസൻ്റെ അനിയൻ ആണ് ഞങ്ങളുടെ എല്ലാ വർക്കിൻ്റെയും അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഐഡിയ കൂടിയ സാധനം പോണത്. ഞങ്ങളൊരു മ്യൂസിക് ഒരു ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കീർത്തനെ വിളിച്ച് കേൾപ്പിക്കും. ബോംബെയിലാണ്, അവിടെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതൊരു കൂട്ടായ്മയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ആൽബത്തിൻ്റെയും അസിസ്റ്റൻറ്റ് മ്യൂസിക്, എല്ലാ പാട്ടുകളുടെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ കീർത്തനാണ്. പല പാട്ടുകളുടെയും കീബോർഡ് പ്രോഗ്രാമറും കീർത്തനാണ്. കീർത്തൻ മഞ്ഞുമൽ ബോയ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്ററായിട്ട്, സൗണ്ട് എഡിറ്ററായിട്ട്. അപ്പൊ കീർത്തനും അച്ഛനുമായിട്ട് ഇനി ഒരു കോമ്പസിഷന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണം. വരട്ടെ. കീർത്തനെ കൊണ്ടും ഞങ്ങൾ ഈ അടുത്ത് കൂടെയുണ്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പ ഭക്തിഗാനം ചെയ്തെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ട്രാക്ക് അത് പ്രോഗ്രാം ചെയ്തത് കീർത്തനാണ്. പാടിയത് മെയിനായിട്ട് പാടിയതല്ല, ട്രാക്ക് പാടിയതും കീർത്തനാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് നിർബന്ധം ഇനി അടുത്തത് കീർത്തൻ പാടണം എൻ്റെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കീർത്തനെ കൊണ്ട് പാടിക്കാം, അവനൊരു മ്യൂസിക് ഡയറക്ടറും കൂടി അതിൻ്റെ പേരിൽ അവനോട് അവിടെ ചെന്ന് പാടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും നേരിട്ട് ഇപ്പോൾ ചെന്ന് കാണാമല്ലോ. പാടുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് എല്ലാം കണ്ട് കറക്റ്റ് ചെയ്ത് പാടാം. അവിടെ പോയി പാടണമെന്ന് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മ്യൂസിക് ഡയറക്ടർക്ക്. IV ശശി, പ്രിയദർശൻ, ഷാഫി, റാഫി മക്കാട്ടൻ, ഇങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അത്രയും നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒരു ക്രിയേറ്റീവ് ഫ്രീഡം തരുന്നൊരു ഡയറക്ടർ ആരാണ്? എല്ലാത്തിലും ഇടപെടുന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കംപ്ലീറ്റ്ലി നമുക്ക് വിട്ടുതരുന്ന ഒരു ഡയറക്ടർ ആരായിരിക്കും വർക്ക് ചെയ്ത ആളുകളിൽ? അല്ല, മിക്കവാറും തന്നെ ഞങ്ങളിലൊരു വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളോട് ചേട്ടാ നമുക്ക് അല്ലെങ്കിൽ ഹലോ നമുക്ക് ഈ ലൈനായിരിക്കും ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അവരത് കൺസിഡർ ചെയ്യും. നിങ്ങൾക്കിത് അറിയാവുന്ന ആൾക്കാരാണ് എന്ന് പറയും. മോഹൻലാൽ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം മറക്കാൻ പറ്റില്ല. തേന്മാവൻ കമ്പത്തിൻ്റെ കമ്പോസിങ് കറുത്ത വെണ്ണ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നിങ്ങളിത് അഭിനയിക്കാനുള്ളതല്ലേ, നിങ്ങളെന്തൊരു അഭിപ്രായം പറ. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങളുടെ ജോലിയിൽ ഒരു അഭിപ്രായം ഞാൻ പറയില്ല, നിങ്ങൾ നല്ലൊരു പാട്ടുണ്ടാക്കി തന്നാൽ മാത്രം മതി, ഞാനത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അഭിനയിച്ചോളാം. ഞാൻ ഒരു വിധത്തിലും കൈയടത്തില്ല നിങ്ങളുടെ ജോലിയിൽ നിന്ന് എന്ന് പറയുന്നതിൽ ഒരുപാട് പേര് കൈയടത്താണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ബിനുരാജിന് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീഡം തരും ഞങ്ങൾക്ക്. ചില ഡയറക്ടർമാർ വന്നിട്ടേ ഞങ്ങളോട് പറയാറുണ്ട്, നല്ല കഥയൊക്കെ ആയിരിക്കും, പക്ഷേ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒരു 100 പേരുടെ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും നല്ലൊരു കഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത സിറ്റുവേഷനും ഡാൻസ്, അത് കഴിയുമ്പോൾ അടുത്ത 3 സിറ്റുവേഷനും ഡാൻസ് തന്നെ. നമുക്കൊരു മെലഡി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നും, ചേട്ടാ ഇത്ര നല്ല മെലഡി ഉണ്ടാക്കിയ ഈ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു മെലഡി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെയുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫണ്ണായിട്ടുള്ള പാട്ടുകൾ, നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒരു പോർഷനിൽ വേണമെങ്കിൽ ലിറിക്സ് വെക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം വെക്കാം. പക്ഷെ അതൊന്നും അല്ലാതെ മക്കസായി റമ്പമ്പോ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ എൻ്റെ ബുദ്ധിയല്ല അത്. ഞാൻ 82 അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും ഒരു ഏത് ഭാഷയിലെ പാട്ടാണെന്ന് അറിയില്ല, ഗോവനൊന്നും അല്ല, അങ്ങനത്തെ ഒരു ഭാഷ അതിലൊരു പാട്ട് വില്യംസ് എന്ന് പറഞ്ഞ അന്നത്തെ ഹിന്ദി സിംഗർ പാടി. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ട്യൂണൊന്നുമല്ല, വേറെ ഏതൊരു ട്യൂൺ, പക്ഷേ മക്കസായി റമ്പമ്പോ എന്നുള്ളത് എൻ്റെ ചെവിയിൽ എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അത് ഈ വെട്ടത്തിലൊരു അവസരം വന്നപ്പോഴത്തേക്കും കലാഭവൻ മണിയും എല്ലാം കൂടി ഡാൻസ് ചെയ്യണ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും വെറുതെ അങ്ങനെ പറഞ്ഞാണ്. അത് പിന്നെ ട്യൂൺ ചെയ്ത് മക്കസായി റമ്പമ്പോ. പിന്നെ അത് നമ്മുടെ നാദിർഷിനെ കൊണ്ട് അത് എഴുതിച്ചു. നാദിർഷ MG ശ്രീകുമാറിനോട് പാടി. കൊന്നരി കച്ചിനക്കിനി നാച്ചി, ഇതൊക്കെ എവിടെ നിന്ന് വരണേ? പ്രിയൻ എഴുതിയേക്കണത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം വട്ടം കണ്ടപ്പോൾ കഴിഞ്ഞിട്ട് പ്രിയൻ റഹൻ ചോദിച്ചു, രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്യണം, നിങ്ങൾ ഓർക്കസ്ട്ര ഒക്കെ ചെയ്താന്ന് ചോദിച്ചു. ആ ഓർക്കസ്ട്ര ഒക്കെ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞു. അന്ന് ഒരു കാര്യം ചെയ്യും, ഒരു BGയിൽ ജിബ്രിഷ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് എല്ലാവരും ജിബ്രിഷ് എന്നുള്ള വാക്ക് കേൾക്കുന്നത്. എല്ലാവരും ഒരേ ഇത് ചോദിച്ചു. MG ശ്രീകുമാറും ഉണ്ടായിരുന്നു, എന്താണിത് ഈ ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെല്ലാ ഭാഷയിലും ജിബ്രിഷ് ഉണ്ട്. ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇതൊരു ഭാഷയാണെന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള ചില കള്ളവാക്കുകൾ താളാത്മകമായിട്ടോ അല്ലാതെയോ പറയുന്നതിനോ പാടുന്നതിനൊക്കെയാണ് ജിബ്രിഷ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വായ്ത്താരി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ. വായ്ത്താരിക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, പക്ഷേ കേൾക്കാൻ നല്ല രസമായിരിക്കും. അതേപോലെ ഒന്നും ഉണ്ടാക്കടാ ഗിരീഷേ എന്ന് പറഞ്ഞു. അയാളുണ്ടാക്കി വരുമ്പോൾ വലിയ കടുകെട്ടി സംസ്കൃതമൊക്കെ ആയിപ്പോണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ ജിബ്രിഷ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ഇങ്ങനെ കള്ളാസിങ്ങണെന്ന് എന്ന് പറഞ്ഞത് പുള്ളി ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കിയാണ്. കൊന്നരി നക്കിരി നാക്കോരെ ജൽഡൻ ഡക്കറി നാട്ടി നക്കോരെ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി. ഇനി ഇത് ട്യൂൺ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങൾ ട്യൂൺ ചെയ്യും.
അതൊന്ന് ഹാർമോണിയത്തിൽ. കൊന്നരി കൊന്നരി കൊനാരി നക്കി നക്കിരി നട്ടേര് നക്കിരി നക്കി ചക്കോരേ. അതേപോലെ ഗുജറാത്തി കാലത്തുള്ള കിട്ടിയാൽ സിമ്മ സിമ്മ സിമ്മ, പിന്നെ സിസിലി സിസിലി സിലി സിരി സിരിയ സിസിലി സിരി. അത് ഈ പറഞ്ഞ പോലെ ബീജം ഇടായിരുന്നു, വേണമെങ്കിൽ ബീജം മാത്രം ഇടായിരുന്നു. പക്ഷേ ഈ സാധനമാണ് വന്നത്. ഷാഫിക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുനിഷ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാ പറഞ്ഞെന്നറിയോ? ദുഃഖ വ്യാഴാഴ്ച. അയ്യോ. എന്നിട്ട് ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം അത് റെക്കോർഡ് ചെയ്യണം. എനിക്ക് വേറെ പണിയൊന്നുമില്ല, മറ്റെന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് ദുഃഖവാഴ്ച ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ കിടന്നുവെച്ചാൽ മതി. പക്ഷെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇതെന്ത് ചെയ്യും, എന്താണ് ഷാഫിനെ തൃപ്തിപ്പെടുത്താൻ ഒരു മാർഗം? അങ്ങനെ അപ്പോൾ ചേട്ടനോടും പറയും, ചേട്ടനൊരു ആലോചിക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് സിസിലി സിസിലി സിലി എന്തൊക്കെയോ ഉണ്ടാക്കി. ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മലയാളി തന്നാണു നീ. ഇത് രാഗം സിന്ധു ഭൈരവി അല്ലെങ്കിൽ ഭൈരവി എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനത്തെ അടിപൊളി പാട്ടുകൾ വളരെ കുറവായിരിക്കും. പ്രാണസഖേ പ്രാണസഖേ ഈ ടൈപ്പ് പാട്ടുകളായിരിക്കും കൂടുതൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കെപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ശോക രസം വരുന്ന അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ടുള്ള രാഗങ്ങളിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആരോഹണത്തിൽ അടിപൊളിയാക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സ്വീറ്റ്നെസ് അതിൻ്റെ അകത്ത് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ തെച്ചിപ്പൂവൊക്കെ ഉണ്ടാക്കിയത്. തെച്ചിപ്പൂവയുടെ രാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരുകേശ് ഒക്കെയാണ്. ചാരുകേശ് സരസാംഗിയും കൂടി മിക്സ് ചെയ്താണ്. രണ്ടും ഹൈലി മെലോഡിയസ് രാഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു അടിപൊളി ഉണ്ടാക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ആ അടിപൊളി പാട്ടാണെങ്കിലും ആൾക്കാരൊക്കെ മൂളാനൊരു ടെൻഡൻസി വരും. വെറുതെ അടിപൊളി മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മറന്നു പോകും. ആ വിഷ്വൽ മനസ്സിൽ നിന്ന് പോകുമ്പോൾ മറന്നു പോകും. ഇതാകുമ്പോൾ ഒരു വിഷ്വലും ഇല്ലെങ്കിലും പാടാൻ പറ്റും. വിഷ്വൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ പാട്ട് കേൾക്കുമ്പോൾ എക്സാക്ട്ലി എന്താണ് നായകൻ്റെ നായികയുടെ അവസ്ഥ എന്നുള്ള വിഷ്വൽ നമ്മുടെ മൈൻഡിൽ അങ്ങനെയുള്ള പാട്ടാണ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. വെട്ടം ആക്ച്വലി മറ്റേ സിനിമ ഇറങ്ങിയ സമയത്ത് അത്ര വലിയ ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും അല്ലെങ്കിലും പാട്ടുകൾ അന്ന് മുതലേ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതാണ്. ആ പാട്ടിൻ്റെ സ്റ്റോറി. ആ പാട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ പാട്ടായിരുന്നില്ല പറഞ്ഞിരുന്നത്. വേറൊരു നല്ലൊരു പാട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഒരു മറ്റുള്ളവരോട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട്. അത് ഓക്കെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ പ്രിയനിപ്പോൾ ഒന്നും കൂടി നന്നാക്കണമെന്ന് തോന്നി. പിന്നെയാണ് അങ്ങനെ ഈ പാട്ടിലേക്ക് കടന്നത്. ആ പാട്ട് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് ആളുകൾക്ക് ഇഷ്ടമാണ്. ഓക്കെ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻമുടി ചേരുന്നിതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോടു പോയിലയോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ ഇതിൻ്റെ കമ്പോസർ എൻ്റെ മുമ്പിൽ നിന്ന് ഇതൊക്കെ പാടി എന്നുള്ളത്. തേന്മാവിൻകൊമ്പത്തിൽ കറുത്തവെണ്ണ, കള്ളിപ്പൂങ്കയില, ഇതൊക്കെ ആദ്യം നിങ്ങളുടെ തന്നെ കാസറ്റുകളിൽ വന്ന പാട്ടുകൾ പിന്നീട് പ്രിയദർശൻ സിനിമയിലേക്ക് എടുത്തതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി എന്നുള്ളത് കന്നിത്തേനുണ്ണും കള്ളിപ്പൂങ്കുയിലെ, അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരി ആദ്യം എഴുതിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. MG ശ്രീകുമാറും പ്രിയദർശനും കൂടി ആലപ്പുഴയിൽ ഒരു കല്യാണത്തിന് കൂടി. അപ്പോൾ കാറിൽ വെച്ചിട്ട് അദ്ദേഹം ഞങ്ങളുടെ പല പാട്ടുകളും കേട്ട് അതിൽ ഒരു പാട്ട് കേട്ടു. ആ പാട്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. അതാണ് ഷിബു ചക്രവർത്തി ഓണപ്പാട്ടിന് വേണ്ടി, രഞ്ജിനിയുടെ ഓണപ്പാട്ടിന് വേണ്ടി എഴുതിയ കാതിൽ പൂവിൻ്റെ. അപ്പോൾ ആ പാട്ട് ആദ്യം പാടാം. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് നേരെ ചെവിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഈ ഒരു പാട്ടിൻ്റെ ടൈപ്പിൽ തന്നെ ട്യൂണൊക്കെ അതൊക്കെ തന്നെ മതി, രാഗവും താളമൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് വേറൊരു ടൈപ്പിലാക്കുന്നു. എന്നിട്ടാണ് ഈ ഇത് മാറിയിട്ട് ഞങ്ങൾ ആബേരി രാഗത്തിലോ അല്ല ഭീംപ്ലാസി രാഗത്തിലോ കള്ളിപ്പൂങ്കുൽ എന്നുള്ള പാട്ട് ആക്കി മാറ്റിയത്. അപ്പോൾ ആദ്യം ഷിബു എഴുതിയ രഞ്ജിനിയുടെ ഒറിജിനൽ പാട്ട് പാടാം. അത് വേറെ താളത്തിലാണ്. കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്, മഴമുകിലും താലവൃന്ദത്തോപ്പിൽ കനവുകളാ കണ്ണിൽ സ്വപ്നം എഴുതി നീ. കാതിൽ പൂവിൻ്റെ
നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്. ഇത് ഞങ്ങളെ കൊണ്ട് പാടിച്ചു. പാടിച്ചിട്ട് ഇതിനൊരു ഗ്യാപ്പൊക്കെ ഇട്ട് ഒരു ബെല്ലൊക്കെ കൊടുത്ത് രണ്ടാമത് പാടാൻ മതി. എങ്ങനെയാണ്? കൺതാന തന്നിന്ന ടിങ് താനി തിന്നിന്ന ടിങ് എന്നാക്കിയത്. താളം 1 2 3 1 തന്നി തന്നിൻ്റെ. അപ്പോൾ അതിനൊരു വ്യത്യാസം വന്നു. പിന്നെ അതിന് ആബേരി രാഗത്തിൻ്റെ ശരിയായ ഒരു കളർ എന്നാണെങ്കിൽ ബീംബ്ലാസിയാണത്, ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ ഒരു കളറും കൊടുത്ത് നീസ ഗമ പനീസ സാനിദ പമഗരെ സ കള്ളിപ്പൂങ്കുയിലേ. ഈ കള്ളിപ്പൂങ്കുയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ അത് തേനുണ്ണും നായിപ്പോയനെ. അങ്ങനെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഓർക്കസ്ട്ര ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പാടുന്നത്, പാടുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്നത് പഴയ ഒരു സിസ്റ്റത്തിൽ, കാരണം ട്രാക്ക് ഉണ്ടെങ്കിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് നിർത്ത് റെക്കോർഡിങ് ചെയ്യല്ലേ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗിരീഷിനോട് പറഞ്ഞത്. ഗിരീഷ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അയ്യോ പ്രിയനത് എല്ലാം പറഞ്ഞ് റെഡിയാക്കി പോയേക്കല്ലേ, ഇനി പ്രിയൻ ഇവിടെ പോയേക്കാണ്, ഇനി എപ്പോഴും വരാനാണ്, നമുക്ക് ഇതുപോരെ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, ഞങ്ങൾ ഗാനമേളക്കാരാകുമ്പോഴത്തേക്ക് നമുക്കൊരു വിളി ഉണ്ടെങ്കിലേ പാട്ട് അങ്ങോട്ട് ആൾക്കാർ കേൾക്കാൻ തോന്നുള്ളൂ. തുടക്കത്തിലൊരു വിളി, അതാണ് സുമംഗലി നീ ഓർമ്മിക്കുമോ, സന്യാസിനി, അകലെ അകലെ കണ്ടാ. അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്. ആദ്യത്തെ മുക്കട എന്ന് പറയും ഹിന്ദുസ്ഥാനിയിൽ, ഹിന്ദി പാട്ടുകളിൽ മുക്കട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ. അപ്പോൾ അത് പിടിച്ചെങ്കിലേ പാട്ട് പിടിക്കുള്ളൂ. ചില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൈയടി വരില്ലേ, ഗാനങ്ങളൊക്കെ ഇന്ന പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാതെ കൈയടിച്ചു പോകും. അത് ഒരു അട്രാക്ഷനുള്ള ഒരു സാധനങ്ങൾ ആക്കിത്താ, ഒരു വിളിയാക്കിത്താന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ കള്ളിപ്പൂങ്കുലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ടുമ്പോഴത്തേക്കും സാധനം ഒക്കെ ആയി, താളത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് പ്രിയൻ്റെ അനുവാദം ഇല്ലാണ്ട് നമുക്ക് പാടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വേഗം പോയി പ്രിയനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നോക്കുന്നുള്ളൂ. അയ്യോ ഇത് മറ്റേത് നല്ലതായിരുന്നല്ലോ എന്നുള്ളത്തേക്കാണ് പറഞ്ഞത്. ഇങ്ങനൊരു ഗാനമേളക്ക് ഇതാ മറ്റേതാണ് നല്ല വിളി പോലെ. ഓ വിളി വേണമല്ലേ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ആക്കി തരാം, നിങ്ങളത് ചെയ്തോ, അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നിട്ട് നമ്മൾ സിനിമയിൽ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്, ഇയാളുടെ ജീനിയസ്. കള്ളി 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 പൂങ്കുയിലേ നമ്മൾ തന്നെ മനസ്സ് ഒന്ന് കുളിർന്നു പോകും അല്ലേ. അതാണ് സംഭവം. കുറച്ചും കൂടി ടഫർ കോമ്പസിഷൻ എന്ന് പറയാവുന്നത് ഒന്ന് ചെസ്സില് ചന്തം കാളന്തിനാഥം, പിന്നെ മയിൽപീലിക്കാവ് മയിലായി പറന്നു, അതിന്റെ സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു മ്യൂസിക്കൽ പടമാണ്, 6 പാട്ടെന്തോളമുണ്ട്. അപ്പോൾ അതിൽ 2-3 പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് അടുത്ത പാട്ട് ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് പാട്ട് വേണം എന്ന് പറഞ്ഞു. അന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ സാബ് ജോൺ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് അനിൽ ബാബു. ഈ 3 പേരും ഞങ്ങൾ എറണാകുളത്തൊരു സ്ഥലത്തിരിക്കുകയാണ്. എവിടെക്കിടക്ക് കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ഒക്കെ വന്നു പോകും, പാട്ട് കേൾക്കും. അത് അവർക്കും ഒരു പ്രസ്റ്റീജിയസ് സിനിമയായിരുന്നത്. അവരുടെ ഫാമിലി മൊത്തം വരും, പാട്ടെല്ലാം കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകും. അങ്ങനത്തെ ഒരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാട്ടിലെ പഴവളം പോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ ദേവരായ മാസ്റ്റർ, നാദാബ്രഹ്മത്തിൻ, ഇതൊക്കെയാണ് കേട്ട് വളർന്നിരിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനിയിലോട്ട് അങ്ങനെ അധികം പോകാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, അവരൊക്കെ ചെയ്തിരിക്കുന്ന രാഗങ്ങളല്ലാത്ത അപൂർവ രാഗങ്ങളൊക്കെ പിടിച്ച് റിസർച്ച് ചെയ്തൊക്കെ 2 പാട്ടുണ്ടാക്കി. ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുത്താൽ പറഞ്ഞ് നമുക്കൊരു ഡിഫറൻസ് വേണം എന്ന് പറഞ്ഞു. അവരങ്ങനെ ഒരു വാക്കാ പറഞ്ഞു. അപ്പോൾ ഡിഫറൻസ് ആകാമെന്ന് കരുതി വേറൊരു താളത്തിൽ, ഇതുവരെ കേൾക്കാത്തൊരു രാഗത്തിൽ, ഊർമിക എന്ന് പറഞ്ഞ രാഗത്തിലൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരം എപ്പോഴത്തേക്കും 7-8 മണിയായപ്പോഴത്തേക്കും കേൾപ്പിച്ചു കൊടുത്തു. പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഡിഫറൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞേ ഒരു പണിയാ നമുക്കിനി, ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഡിഫറൻസ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഡിഫറൻസ് ആവില്ല, നമ്മൾ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി കാലത്തെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ശരി, അത് മതി, നമുക്ക് സമയം എടുത്ത് ചെയ്തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് ഇങ്ങനെ വരികയാണ്. ഞാൻ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്, പുള്ളി ഒന്നും മിണ്ടണില്ല. ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടും തൊട്ടടുത്ത വീടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി, പുള്ളിക്ക് ഉറക്കം വന്നിട്ടുണ്ടാവില്ല. കാലത്തെ എൻ്റെ വീട്ടിലേക്ക് വന്നു, എടാ അവർ പറഞ്ഞ ഡിഫറൻസ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല, ഞാനത് വിട്ടു തലേന്ന് എന്ന് പറഞ്ഞു. നമുക്ക് ദേശയിൽ പിടിച്ചാലോ? ദേശയിൽ പിടിക്കാം. ചേട്ടൻ പറഞ്ഞ് നമ്മുടെ അപ്പച്ചൻ മരിക്കുന്നതിന് 2 മാസം മുമ്പൊക്കെ കുഴമ്പൊക്കെ തേച്ച് ആലുവയിലെ വീട്ടിലെ വരാന്തയിൽ അങ്ങോട്ട് ഇങ്ങനെ നീളം വരാന്തായിരുന്നു. കുഴമ്പൊക്കെ തേച്ച് അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആലാപി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പാടുന്നതല്ലാണ്ട്, ആലാപുകൾ പാടുന്നതല്ലാണ്ട് ഇതെന്താണ് പാടുന്നതെന്ന് അന്നറിയാൻ വളഞ്ഞു. പിന്നീട് ഞങ്ങളുടെ കലൂർ കത്തിരിക്കടവ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരുപാട് വലിയ കലാകാരന്മാരുണ്ട്, കുറേ പേരൊക്കെ മരിച്ചുപോയി. അപ്പോൾ അവരും ക്ലബ്ബുകളിലൊക്കെ ഇരുന്ന് പാടുന്ന ദേശീയ രാഗങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിലായിരുന്നു. അപ്പോഴാണ് ചേട്ടന് മനസ്സിലായത്
ഇതാ ദേശീയരാഗമാണ് ഈ അപ്പച്ചൻ പാടിയിരുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ പഴയ കാരണന്മാർക്ക് മുതലേ ഇഷ്ടമുള്ള ഒരു രാഗമാണ്. അതാണ് ദേവരായ മാസ്റ്റർ ശംഖുപുഷ്പം കണ്ണെഴുതി, ബാബുരായ മാസ്റ്റർ ഒരു പുഷ്പം മാത്രമൻ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതി ഇപ്പോഴും പൊന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ രാഗത്തിൽ ചെയ്യാൻ തോന്നുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ ആ പാട്ടുകളാണ്. ഞാൻ അതേപോലെയൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു വെക്കണം. അപ്പോൾ പറഞ്ഞു അതൊക്കെ വന്നുപോയ ശൈലിയല്ലേ, അതൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ട, അതൊക്കെ പഴയ പാട്ടൊക്കെ തന്നെ ആസ്വദിച്ചോളും, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. നമുക്കൊരു മണി മോളിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും മോളിൽ നിന്ന് പിടിച്ചിട്ട് താഴത്തോട്ട് തന്നെ വരും. അപ്പോൾ പറഞ്ഞു അപ്പോഴും ഇത് സാധാ ഒരു സ്റ്റൈലായി, നമുക്കത് വേണ്ട, ഈ പറഞ്ഞ സാധനം തന്നെ ഒരു 5 കട്ട് കൊടുത്തേ എന്ന് പറഞ്ഞു. അതെങ്ങനെ കട്ട് ചെയ്യും? അപ്പോൾ പുള്ളി ഒന്ന് സഹായിച്ചു തന്നു. എന്നിട്ടാണ് തനീനി തനീനിന തനി തേനി താനിനെ തനിനെ ഇതൊന്ന് കൂട്ടാൻ പറഞ്ഞപ്പോൾ തനീനി തനീനിന തനി തേനി നാനിനെ തനിനെ. ഇത് കൊള്ളാം, ഒരു പുതുമയുണ്ട്, ദേശീയത്തിൽ തന്നെ ഒരു പുതുമയുണ്ട്. പക്ഷേ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് ഈ വന്ന സാധനം ഒന്നും മുഴുവനായിട്ട് ഉണ്ടാക്കാം. ഒരു സ്പിരിറ്റ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ചരണങ്ങളെല്ലാം ടകടകയെന്ന് അങ്ങോട്ട് വന്ന ഉച്ചക്ക് മുമ്പ് തന്നെ അവരെ കൊണ്ട് കേൾപ്പിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഡിഫറൻസ്. മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെന്നഴകെ കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീയരികെ. ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ. മാ പാനി നീ സനിസ സാനി സരി നീതമ പനി സനിസ. നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും. നിസരി നീത പനിത പമകരെ മക സനിസ. മയിലായി മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെൻ അഴകെ കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു